وكان صلى الله عليه وسلم إذا خطب احمرت عيناه وعلى صوته. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് അവിടുത്തെ കണ്ണുകൾ ചുവക്കുമായിരുന്നു. വഅലാ സൗതുഹു, അവിടുത്തെ ശബ്ദം ഉയരുമായിരുന്നു. വഷ്തദ്ദ ഗളബുഹു, ശക്തമായി കോപം വരുമായിരുന്നു. ഖുത്ബ നിർവഹിക്കുന്ന സമയത്ത് വളരെ ഗൗരവത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർവഹിച്ചിരുന്നത്. ഹത്താ കഅന്നഹു മുൻദിറു ജയ്ഷിൻ, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈന്യം പുറപ്പെടുന്ന സമയത്ത് ആ സൈന്യത്തിനെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്ന താക്കീത് ചെയ്യുന്ന ഒരാളെ പോലെ, സൈന്യാധിപനെ പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർവഹിച്ചിരുന്നത്. യഖൂൽ, അവിടുന്ന് പറയുമായിരുന്നു, സബ്ബഹക്കും വമസ്സാക്കും, അതായത് ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നുണ്ട് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യങ്ങളെ പറഞ്ഞ് ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. അപ്പോൾ ഖുതുബ എന്നുള്ളത് ആളുകൾക്ക് തദ്കീർ നൽകേണ്ട ഒരു കാര്യമാണ്. ആളുകളെ ഓർമ്മപ്പെടുത്തേണ്ട, അവരെ കാര്യങ്ങൾ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തേണ്ട, ദീനിയായ കാര്യങ്ങൾ, പരലോകത്തെ കുറിച്ച് താക്കീത് ചെയ്യേണ്ട, ഓർമ്മപ്പെടുത്തേണ്ട കാര്യമാണ് ജുമുഅ എന്നുള്ളത്. ഇനി പറയാണ്, വകാന യഖൂലു ഫീ ഖുത്ബതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുതുബയിൽ പറയാറുണ്ടായിരുന്നു, അമ്മാ ബഅദു. അമ്മാ ബഅദ് എന്ന അറബി വാക്കുകൊണ്ടുള്ള ഉദ്ദേശം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് മഹ്മാ യകുൻ ബി അംരി ഷൈഅൻ, അതായത് ഇതിനു ശേഷം ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് പറയാൻ പോവുകയാണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വേർതിരിക്കുന്ന ഒരു വാക്കാണ് അമ്മാ ബഅദ് എന്നുള്ളത്. ആ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു. വകാന യുഖസ്സിറുൽ ഖുത്ബത വയുതീലു അസ്സലാത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ ചുരുക്കുകയും നിസ്കാരം ദീർഘിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയുടെ രീതി. ഹദീസുകൾ വന്നിട്ടുണ്ട്, ഇന്ന തൂല സ്വലാത്തി റജുൽ വഖിസറ ഖുത്ബതിഹി മഇനതുൻ മിൻ ഫിഖ്ഹി, ഒരാളുടെ നിസ്കാരം ദീർഘിക്കുകയും ഖുതുബ കുറയുകയും ചെയ്യുക എന്നുള്ളത് അവന്റെ ഫിഖ്ഹിന്റെ അടയാളമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഖുതുബ വെറുതെ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും കഥകൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ആളുകൾക്ക് സാധിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഗുണമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരിച്ച് നീട്ടി പറയേണ്ട ഒരു കാര്യമല്ല ഖുതുബ എന്ന് പറഞ്ഞാൽ. ഖുതുബ, വെള്ളിയാഴ്ചയിലെ ജുമുഅ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കിക്കൊണ്ട് ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്ന, ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കണം വെള്ളിയാഴ്ചയിലെ ഖുതുബ. പറയാണ്, വകാന യുഅല്ലിമു അസ്ഹാബഹു ഫീ ഖുതുബതിഹി ഖവാഇദൽ ഇസ്ലാമി വശറാഇഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് ഖുതുബയിൽ പഠിപ്പിക്കാറുണ്ടായിരുന്നത് ഖവാഇദൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളാണ്, അഥവാ അഖീദകളാണ്. ഇസ്ലാമിന്റെ വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം എങ്ങനെയായിരിക്കണം, ഈമാൻ കാര്യങ്ങളിൽ ഓരോന്നുള്ള വിശ്വാസം എങ്ങനെയായിരിക്കണം, പരലോകത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, അങ്ങനെയുള്ള ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങളും ശറാഇഹു, ശറഈ കാര്യങ്ങൾ, അഥവാ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സുന്നത്ത് നിസ്കാരങ്ങൾ, സുന്നത്ത് നോമ്പ്, അതുപോലെയുള്ള മറ്റുള്ള ദീനിയായ കാര്യങ്ങൾ, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയിൽ സഹാബികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പല ആളുകളും ധരിച്ചിട്ടുള്ളത് ഖുതുബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് അവരുടെ നാട്ടിലെ രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കാനുള്ളതും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഥ പറയാനുള്ളതും, ചില ആൾ കവിത പറയാനുള്ളതൊക്കെയാണെന്ന്. നഊദു ബില്ലാഹ്, ചില ഖുതുബകളിൽ ഞാൻ നേരിട്ട് കേട്ട ഒരു ഖുതുബയിൽ ഒരാള്, ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടതാണ്, അറിയപ്പെട്ട ഒരു പ്രബോധകനാണ് അദ്ദേഹം. ഖുതുബയിൽ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ആകാശത്തെ നക്ഷത്രങ്ങളെ അത്ഭുതം പറയാ, അതിൽ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഒക്കെ ഇരുന്ന് പാടുന്നത്. വേറൊരാള് ഒരിക്കലോട് നേരിട്ട് ഒരാൾ പറഞ്ഞതാണ്, അയാള് ഖുതുബയ്ക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കവിത, അല്ലെങ്കിൽ ഏതോ ഒരു കവിതയോ ഒക്കെ പറഞ്ഞതായിരുന്നു. നഊദു ബില്ലാഹ്, ഒരു ജഹലിന്റെ അടയാളമാണത്. കാരണം ഇങ്ങനെ ഖുതുബ അതല്ല. ഖുതുബ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട, ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ രീതിയിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട, ആളുകളെ ഓർമ്മപ്പെടുത്തേണ്ട വലിയൊരു ഉത്തരവാദിത്തമാണത്. അതൊരിക്കലും തമാശയായിട്ടോ, അല്ലെങ്കിൽ ചില ആളുകൾ തമാശകൾ പറയുന്ന ഖുതുബകളുണ്ട്, അവരുടെ ഖുതുബക്ക് ആളുകൾ കുറച്ച് ചിരിക്കാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കഥ പറഞ്ഞിട്ടിരിക്കുന്ന ആളുകൾ. ഖുതുബ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ ദീനിന്റെ അടിസ്ഥാനങ്ങളെ ചർച്ച ചെയ്തിരുന്ന, പഠിപ്പിച്ചിരുന്ന സ്ഥലമാണ് വെള്ളിയാഴ്ച ജുമുഅ മിമ്പറുകൾ എന്നുള്ളത്. അതും ദീർഘിപ്പിച്ചിട്ടല്ല, വളരെ ചുരുങ്ങിയ രീതിയിലുള്ള സംസാരമാണ് ആളുകളുടെ ഹൃദയത്തിൽ ഓർമ്മിച്ച് നിൽക്കുകയുള്ളൂ. കുറേ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ കുറഞ്ഞ രീതിയിൽ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അവർ ഓർമ്മയിൽ നിൽക്കും. ആ രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്.